ഇന്നലെ ഞാൻ കുറച്ച് അൺഹാപ്പി ആയിരുന്നു. ഞാന് ഹനാൻഷ ഫെജോവും കൂടിയിട്ടുള്ള നമ്മളെ വെച്ചാൽ എന്താ പറയാ, നമ്മൾ അത്രയും പ്രതീക്ഷിച്ചിട്ട് ചെയ്ത് അത്രയും ഇൻവെസ്റ്റ് ചെയ്തിട്ട് മനസ്സിലാ ഐ അക്സെപ്റ്റ് മൈ ഫെയിലിയേഴ്സ്. ഓക്കെ, അത് ഞാൻ പറയാം, അതിന് കാരണങ്ങളുണ്ട്. ഐ അക്സെപ്റ്റ് മൈ ഫെയിലിയർ ബ്രോ. അത് സ്റ്റിൽ എനിക്ക് സാഡ്, എനിക്ക് അതിൽ വിഷമമുണ്ട്, എനിക്ക് നല്ല വിഷമമുണ്ട്. മറ്റന്നാൾ രാവിലെ ഓക്കെ, നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ രാവിലെ ആയിട്ട് ക്ലിപ്പ് ഞാൻ പരിപാടിയുടെ ക്ലിപ്പ് നിങ്ങൾക്ക് തന്നെ കാണാം. വലിയ ഫ്ലോപ്പ് ഒന്നല്ല, പക്ഷെ നമ്മൾ അത്ര വിചാരിച്ച അത്ര ആൾ വന്നിട്ടില്ല. അത്യാവശ്യം നല്ല ആൾക്കാരുണ്ട്. ഹാപ്പി ചില ആൾക്കാർ ഇത് കാണാൻ വേണ്ടി കാത്തിക്കുന്ന ആൾക്കാരുണ്ട്. ഞാൻ ഗൈസ് ബിഫോർ ഐ സ്റ്റാർട്ട് സ്ട്രീമിങ് ഓക്കെ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. കുറച്ച് ഞാൻ അത്ര ഹാപ്പി ആയിട്ടല്ല, ഹാപ്പി മൂഡിലല്ല ഉള്ളത്. ഓക്കെ, ഞാനത് മറന്നതാ. ഇപ്പൊ പിന്നെ കണ്ടപ്പോൾ പിന്നെ ഓർമ്മ വന്നു. ഇന്നലെ ഞാൻ കുറച്ച് അൺഹാപ്പി ആയിരുന്നു, കുറച്ച് വലിയ കുഴപ്പമില്ല. പക്ഷെ അതിന്റെ കാരണം ഞാൻ പറഞ്ഞ, ഇന്നലെ ഞാൻ ഹനാൻഷ ഫെജോവും കൂടിയിട്ടുള്ള നമ്മളെ പരിപാടി ഇന്നലെ കണ്ണൂര് പോലീസ് മൈതാനത്തിൽ വെച്ച് നടന്നു. സംഭവം ഞാൻ പറഞ്ഞ, നമ്മൾ പ്രതീക്ഷിച്ച അത്ര ആളുണ്ടായിരുന്നില്ല. ഓക്കെ, ഞാൻ പറഞ്ഞ ഒരു അത്ര ആള് കുറവ് അങ്ങനെയൊന്നുമല്ല. അത് നിങ്ങൾക്ക് ഞാൻ ഇതിന്റെ വീഡിയോ നാളെ മറ്റന്നാളായിട്ട് ഞാൻ റീലായിട്ട് ഇടാം. ഒരു 2000-2500 ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ പ്രതീക്ഷിച്ചത് ഒരു 6000-7000 ആൾക്കാർ, അല്ലെങ്കിൽ 10000 ആൾക്കാർ. ഹനാൻഷാലുള്ളതുകൊണ്ട് വലിയൊരു ജനസാഗരം തിക്കും തിരക്കും നമ്മൾ പ്രതീക്ഷിച്ചു. പക്ഷെ ഒരു 2000-2500 ആള് ആ ഒരു ടൈപ്പ് അത്രേ ആൾക്കാർ ഉണ്ടായിട്ടുള്ളൂ. ഓക്കെ, വലിയ ആള് കുറവൊന്നും ആയിരുന്നില്ല. പക്ഷെ സ്റ്റിൽ ഞാൻ അൺഹാപ്പി ആയിരുന്നു. കാരണം എന്ന് വെച്ചാൽ എന്താ പറയുക, നമ്മൾ അത്രയും പ്രതീക്ഷിച്ചിട്ട് ചെയ്ത് അത്രയും ഇൻവെസ്റ്റ് ചെയ്തിട്ട് മനസ്സിലായി. നമ്മളെ രണ്ടാം ഭാഗം, നമ്മളെ വൈൽഡ് ഫയറിന്റെ രണ്ടാം ഭാഗം, നമ്മൾ ഒന്നാം ഭാഗം കൊച്ചിയിൽ വെച്ചു. വൈൽഡ് ഫയർ 1 തൊട്ട് ഞാനും ഫെജോ ഈഗിളും വെച്ചിട്ട് കൊച്ചിയിൽ പരിപാടി വെച്ചു. ഭയങ്കര ആളായിരുന്നു. ഈ പരിപാടി നിങ്ങൾക്ക് കണ്ടറിയാം, അത്ര ആളായിരുന്നു. പക്ഷെ കണ്ണൂര് പോലീസ് മൈതാനത്തിൽ നമ്മൾ പ്രതീക്ഷിച്ചതിന്റെ ഒരു പകുതി ആളെ വന്നിട്ടുള്ളൂ. മനസ്സിലാവും. അപ്പം കുറച്ച് ഞാനൊരു കാര്യം പറ്റേ, ഇത് വേണമെങ്കിൽ എനിക്ക് സംസാരിക്കാണ്ടിരിക്കാം. ഓക്കെ, ഇത് വേണമെങ്കിൽ എനിക്ക് സംസാരിക്കാണ്ടിരിക്കാം. സാധാരണ വേറെ ആയിരുന്നെങ്കിലും ആർട്ടിസ്റ്റിന്റെ പരിപാടിക്ക് അതിങ്ങനെ ആൾ കുറവുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇഗ്നോർ ചെയ്ത് വിടാം, എനിക്ക് ഇഗ്നോർ ചെയ്ത് വിടാം. പക്ഷെ ഐ അക്സെപ്റ്റ് മൈ ഫെയിലിയേഴ്സ്. ഓക്കെ, അത് ഞാൻ പറയാം, അതിന് കാരണങ്ങളുണ്ട്. ഓക്കെ, അത് സംഭവം അങ്ങനെ ആയി, അത് കുഴപ്പമില്ല. ഓക്കെ, നമുക്ക് എന്തായാലും ഇട്ട പൈസ തിരിച്ചതിൽ നിന്ന് കിട്ടീന്, ലാഭവും എല്ലാം ഉണ്ടാക്കിന്. ഓക്കെ, അത് ഫ്ലോപ്പ് എന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ നമ്മൾ അത്ര പ്രതീക്ഷിച്ചത്ര ആൾക്കാർ അതിലുണ്ടായിട്ടില്ല. ഓക്കെ, ഐ അക്സെപ്റ്റ് മൈ ഫെയിലിയർ ബ്രോ. അത് സ്റ്റിൽ എനിക്ക് സാഡ്, എനിക്ക് അതിൽ വിഷമമുണ്ട്, എനിക്ക് നല്ല വിഷമമുണ്ട്. പക്ഷെ ദാറ്റ്സ് ഹൗ ലൈഫ് ഈസ്. ഓക്കെ, അപ്പം ഓവർ പ്രൈസ് കുറച്ച് ഹൈ ആയിരുന്നു, അതൊരു പ്രശ്നമാണ്. പിന്നെ പറഞ്ഞാൽ കണ്ണൂര് എന്നോട് ഹനാൻഷ പരിപാടിക്ക് തൊട്ടും ആള് കുറവാന്നുള്ള ഇതിൽ തന്നെ ഉള്ളപ്പോൾ നമ്മൾ രണ്ടാളും സംസാരിച്ചു, ഞാൻ ഹനാൻഷ്. അപ്പം ഹനാൻഷ എന്നോട് പറഞ്ഞ മെയിൻ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ കണ്ണൂർ ഈ പോലീസ് മൈതാനം ഈ ഏരിയയിലൊന്നും ടിക്കറ്റഡ് ഇവന്റിന് ആൾക്കാർ കയറാത്തൊരു സ്ഥലം. പിന്നെ പ്രത്യേകിച്ച് തെയ്യത്തിന്റെ സീസണാണ്. അപ്പുറത്ത് തെയ്യം ഫ്രീ ആയിട്ട് നടക്കുമ്പോൾ അത്രയും പൈസ കൊടുത്തിട്ട് നമ്മളെ പരിപാടിക്ക് ആൾക്കാർ കയറൂല. പക്ഷെ നമ്മൾ അത് വെച്ചിട്ട് പോലും ആൾക്കാർ കയറില്ല. 2000-ൽ കൂടുതൽ ആൾക്കാരാണ് ഉണ്ടായത്. ഓക്കെ, അതിന്റെ വീഡിയോ എന്തായാലും ഞാൻ നാളെ ഇടാം. ആരും വീഡിയോ ഇട്ടില്ല, ഫെജോ ഹനാൻഷ ഒന്നും വീഡിയോ ഇട്ടില്ല. പക്ഷെ ഞാൻ പ്രോമിസ് ചെയ്യാം ഗൈസ്, ഞാൻ നാളെ വീഡിയോ ഇടാം. ഇന്നോ നാളെ. എടാ അഖില അതിന്റെ ഇന്നലത്തെ പരിപാടിന്റെ ക്ലിപ്സ് എല്ലാം സെറ്റാക്കിയാ, അത് റീലാക്കി ഇടാൻ പറ്റില്ലേ? അത് നാളെ തന്നെ ഇടണേ. എപ്പോഴും നാളെ ഇടാൻ പറ്റുമോ? ഉറപ്പ് പറയണോ? ഇല്ലെങ്കിൽ എനിക്ക് ഇവിടെ വന്നിട്ട് ഞാൻ നാളെ രാത്രി വരുമ്പോൾ ഇവർ ചോദിക്കും. നാളെ ഇടണം. നാളെയാണോ മറ്റന്നാളെയാണോ? സമയമാണെങ്കിൽ ചോദിച്ചോ. മറ്റന്നാളെ രാവിലെ. ഓക്കെ, നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ രാവിലെ ആയിട്ട് ക്ലിപ്പ് ഞാൻ പരിപാടിയുടെ ക്ലിപ്പ് നിങ്ങൾക്ക് തന്നെ കാണാം. വലിയ ഫ്ലോപ്പ് ഒന്നല്ല, പക്ഷെ നമ്മൾ അത്ര വിചാരിച്ച അത്ര ആൾ വന്നിട്ടില്ല. അത്യാവശ്യം നല്ല ആൾക്കാരുണ്ട്. പിന്നെ ഈ തയ്യോ ഇതെല്ലാം നടക്കുമ്പോൾ ആരും അങ്ങനെ ടിക്കറ്റ് എടുത്ത് കയറി വരില്ലടാ. ഓക്കെ ബ്രോ, ഐ എം സാഡ്. യു ഹാപ്പി? ചില ആൾക്കാർ ഇത് കാണാൻ വേണ്ടി കാത്തിക്കുന്ന ആൾക്കാരുണ്ട്. ഞാൻ വിഷമിക്കുന്ന കാണാൻ കാത്തിക്കുന്ന ആൾക്കാരുണ്ട്. നിങ്ങൾ ഹാപ്പി ആയല്ലോ? ഓക്കെ ആയല്ലോ? നിങ്ങളെ കാര്യങ്ങളെല്ലാം സെറ്റ് ആയല്ലോ? ഈ സമയത്ത് കടന്നുറങ്ങിക്കോ. ഓക്കെ, എനിവേസ് ഗൈസ് ചിയർ മീ അപ്പ്. ഐ എം സാഡ്. ഓക്കെ, കുറച്ച് എന്നെ ഒന്ന് ചിയർ ചെയ്യും. ഓക്കെ, മണി ഹാസ് ചേഞ്ച്ഡ് യു, ദാറ്റ്സ് വൈ യോ ബ്രോ. വാട്ട് ദ TVM കോൺസേർട്ട് ചെയ്യുക. TVMന്റെ കാര്യം എന്നല്ല, അടുത്ത കാസർഗോഡാണ് പരിപാടി. ഞാനും ഹനാൻഷയും ഉണ്ടാവും. പിന്നെ വേറെ ആരാ മൂന്നാമത്തെ ആളെ ഉറപ്പിച്ചിട്ടില്ല. ഫെജോ ആണോ എന്ന് എനിക്ക് ഉറപ്പില്ല. കാസർഗോഡല്ല ആളുണ്ടാവും കേട്ടോ. കാസർഗോഡ് പരിപാടിക്ക് ആളെ നിങ്ങൾ കണ്ടോ? ഒരു 10,000 ആൾക്കാർ. അല്ലെങ്കിൽ ഞാൻ പറയാം ഏറ്റവും കുറഞ്ഞ 6,000-7,000 ആൾക്കാർ ഏറ്റവും കുറഞ്ഞ എന്തായാലും ഉണ്ടാവും. കാസർഗോഡെല്ലാം പരിപാടി ടിക്കറ്റഡ് ഇവന്റ് നടക്കുന്ന സ്ഥലം. മനസ്സിലാവും? കണ്ണൂർ പോലീസ് മൈതാനം എന്നെല്ലാം പറഞ്ഞാൽ ടിക്കറ്റ് ആൾക്കാർ കയറൂല എന്ന് ഉറപ്പുള്ള സ്ഥലം. അങ്ങനത്തെ സ്ഥലത്ത് പോലും അത്രയും ആൾക്കാർ വന്ന് അങ്ങനെ വിചാരിച്ച നമുക്ക് സാഡ് ബ്രോ.
അത് ഇതായിപ്പോയി. നിങ്ങളുടെ ഹീറോ തോറ്റുപോയി. ഇപ്പൊ നിങ്ങളുടെ ഹീറോ എന്ത് ചെയ്യുന്നു? മുറിവേറ്റ സിംഹത്തിന്റെ ശ്വാസം ഗർജനത്തേക്കാൾ ഭയങ്കരമായിരുന്നു. മുത്തേ അടുത്ത പരിപാടി കണ്ടോ മുത്തേ? അടുത്ത സാധനം മുത്തേ. നമ്മൾ എത്രയോ പരിപാടിക്ക് പോയി, ഒരെണ്ണം ഇങ്ങനെ ആയിപ്പോയി. ആ തയ്യത്തിന്റെ എല്ലാം കാരണമാണ് അങ്ങനെ ആയത്, മനസ്സിലാവും. എടാ അതേ സ്ഥലത്ത് എന്നോട് അനാൻസ പറഞ്ഞതാ, അതേ സ്ഥലത്ത് കണ്ണൂർ പോലീസ് മൈതാനം അതേ സ്ഥലത്ത് തൊട്ട് മുമ്പ് കുറച്ച് ദിവസം മുന്നേ നമ്മൾ പരിപാടിന് കുറച്ച് ദിവസം മുന്നേ വേടന്റെ പരിപാടി ഉണ്ടായിരുന്നു. അതിന് പോലും വേടന്റെ പരിപാടി എന്ന് പറഞ്ഞാൽ അത്ര ആൾക്കാർ കാരണം പരിപാടി, അതിന് പോലും നമ്മൾ ഇന്നലെ നടത്തിയ പരിപാടിന്റെ ആളെ ഉണ്ടായിട്ടുള്ളൂ. അതിലും കുറവായിരുന്നു ആള്, മനസ്സിലായി. അത് ആ സ്ഥലം അങ്ങനെയാ, മനസ്സിലായോ? ആ സ്ഥലവും സീസണും കുറെ സമയവും സാഹചര്യം ഉണ്ട്, മനസ്സിലായോ? തയ്യത്തിനൊരു സീസൺ ഉണ്ട്. പിന്നെ അവരുടെ പോലീസ് മൈതാനത്തിന്റെ എടാ ഇങ്ങനെ കുറെ റീസൺസ് ഉണ്ട്. നിങ്ങൾ ഈ ബ്രോ കമോൺ ബ്രോ, ഇതെല്ലാം ആഘോഷിക്കാൻ വേണ്ടി ആൾക്കാരുണ്ട് ആലോചിക്കുമ്പോ കാര്യം പറയാം ബ്രോ. ഡോണ്ട് ഗെറ്റ് അപ്സെറ്റ്, നെക്സ്റ്റിൽ പിടിക്കാം. അത്രേ ഉള്ളൂ. നമ്മളെ 100 പരിപാടിക്ക് പോയി ഒരെണ്ണം ഇങ്ങനെ ആയെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വലിയ താങ്ക്സ് ബ്രോ. താങ്ക് യു അരുൺ കെ ബ്രോ. ഇങ്ങനെ കുറച്ച് പോസിറ്റീവ് ആയിട്ടുള്ള മൈൻഡ്സ് നമ്മള് സ്ട്രീമിലുള്ളതെന്നാണ് എനിക്ക് ഇത് കാര്യം പറയാലോ. കുറെ ആൾക്കാർ നമ്മള് കാര്യം ഇങ്ങനെ വിഷമിക്കാൻ വേണ്ടി ഇങ്ങനെ കാത്തിക്കാന്ന്, എൻ്റെ ഫേസ് എപ്പോ സേഡാകാം അതിന് വേണ്ടി ഇങ്ങനെ കാത്തിക്കാന്ന് പറ. ഓ എൻ്റെ പൊന്നു മോനെ, തയ്യത്തിന് എന്താണ് അതിന് മോനെ പ്രോബ്ലം? എന്ത് പ്രോബ്ലം? തയ്യം നമ്മൾ സ്ഥിരമായിട്ട് എൻജോയ് ചെയ്യുന്നതെന്ന്. എടാ മുത്ത, ഞാൻ പറഞ്ഞത് തയ്യം ഫ്രീ ആയിട്ടാണ്. തയ്യം പോലത്തെ ഒരു പരിപാടി നടക്കുമ്പോൾ പിന്നെ ആൾക്കാർ നമ്മളെ പൈസ കൊടുത്ത പരിപാടിക്ക് നമ്മളതിന് കയറുവാന്ന് ഞാൻ ചോദിച്ചാൽ, അല്ലാണ്ട് തയ്യം മോശമാന്ന് ഞാൻ പറഞ്ഞടാ. അറി നീയും ഊമ്പല്ലേ ഇവിടെ വന്ന് മാനിപ്പുലേറ്റ് അടിക്കല്ലേ നീ, കട്ടറ മാറി. അല്ല പിന്നെ ഓക്കെ. എനിവേസ് ഗൈസ്, ലെറ്റ്സ് ഓൾ ഫോർഗെറ്റ് ദാറ്റ്. നമുക്ക് നമ്മളെ സ്ട്രീമിന്റെ വേൾഡിലേക്ക് പോവാം. ഓക്കെ, എങ്ങനെയാലും പരിപാടി ഞാൻ പറയട്ടെ, പരിപാടി എന്തായാലും ഇട്ട പൈസ തിരിച്ചു കിട്ടിയതിന് ലാഭം അതിൽ നിന്ന് കിട്ടിയതിന്, മനസ്സിലാവും. പിന്നെ വലിയ ജനസാഗരം അതിൽ ഉണ്ടായിട്ടില്ല. ഇപ്പൊ അലാൻസയിൽ ഉണ്ടാകുമ്പോൾ വലിയൊരു ജനസാഗരം നമ്മൾ പ്രതീക്ഷിക്കും. നമ്മൾ അത്രയും ഹൈ എക്സ്പെക്ടേഷൻ വെക്കുന്നതുകൊണ്ടുള്ള ഒരു പ്രശ്നം മാത്രമല്ല, അല്ലാണ്ട് വെച്ച് നോക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല. ഞാൻ കാര്യം പറയാം. ഓക്കെ, എനിവേസ്